റിപ്പോർട്ട് ബ്രേക്കിംഗ്. തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ മൃതദേഹം സംസ്കരിക്കൽ നിലച്ചു. വിറകുകൊണ്ടുള്ള സംസ്കാരമാണ് നിലച്ചിരിക്കുന്നത്. നിലവിലെ കരാർ കഴിഞ്ഞ മാസം 31-ന് അവസാനിച്ചതോടെയാണ് സംസ്കാരം നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ പുതിയ കരാർ നൽകാനുള്ള നടപടി ആരംഭിച്ചിട്ടില്ല. കരാറുകാർ അധിക തുക ഈടാക്കുന്നുവെന്നാണ് പരാതി. പാലക്കാടും സമാനമായ സാഹചര്യം കഴിഞ്ഞ ദിവസം ഇക്ബാൽ അർക്കിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ ശാന്തി കവാടത്തെ വിവരമാണ് മനസ്സിലാക്കാനാവുന്നത്. അവിടെ മൃതദേഹം സംസ്കരിക്കൽ നടക്കുന്നില്ല എന്നുള്ള വിവരമാണ്. റിനു ശ്രീധർ, എന്താണ് വിശദാംശങ്ങൾ? എന്താണ് നഗരസഭ പറയുന്നത്? തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് 5 ദിവസമായി നിലച്ചു. അത് വിറക് കൊണ്ടുള്ള മൃതദേഹ സംസ്കരണമാണ് നിലച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 5 ദിവസമായി സംസ്കാര കർമ്മങ്ങൾ നടക്കുന്നില്ല. നിലവിലെ കരാർ കഴിഞ്ഞ മാസം 31-ന് അവസാനിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ മൃതദേഹം സംസ്കരിക്കൽ നിലച്ചത്. നഗരസഭ പുതിയ കരാർ നൽകുവാനുള്ള നടപടി ആരംഭിച്ചില്ല എന്നുള്ളതാണ്. ദിവസവും 10ഓളം മൃതദേഹങ്ങളാണ് വിറക് കൊണ്ട് സംസ്കരിച്ചിരുന്നത്. വിറക് കൊണ്ട് സംസ്കരിക്കുന്നത് പ്രത്യേക ആവശ്യമായി നിരവധി പേർ ഉണ്ടായിരുന്നു. നിലവിൽ ഗ്യാസ്, ഇലക്ട്രിക് ഫർണസുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. നഗരസഭയോട് നമ്മൾ ഇക്കാര്യം അന്വേഷിക്കുമ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിറക് കൊണ്ടുള്ള സംസ്കാരമാണ്. അവിടെ വൈദ്യുതി ശ്മശാനം കൂടിയുണ്ട്. ശാന്തി കവാടത്തിൽ വിറക് കൊണ്ടുള്ള സംസ്കാരം നിലച്ചിരിക്കുകയാണ്. നിലവിലെ കരാർ കഴിഞ്ഞ മാസം 31-ന് അവസാനിച്ചതോടെയാണ് ഈ സംസ്കാരം നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായത്. റിനു, ഇപ്പോൾ വൈദ്യുതി ശ്മശാനം കൂടി അവിടെയുണ്ട്. വൈദ്യുതി ശ്മശാനം പ്രവർത്തിക്കുന്നു, വിറക് കൊണ്ടുള്ള സംസ്കാരം നടക്കുന്നില്ല. അതാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. കാരണം ഈ വിറക് കൊണ്ട് ഈ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിരവധി പേർ ആവശ്യവുമായി എത്താറുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നഗരസഭയോട് ഇക്കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ നഗരസഭ അധികൃതർ അറിയിക്കുന്നത് നിലവിൽ അവിടെ ഈ കരാർ അവസാനിച്ചു. പക്ഷേ നിലവിൽ കരാർ എടുത്തിരുന്നവർ അമിതമായി ഫീസ് ഈടാക്കിയിരുന്നു. 1750 രൂപയാണ് സാധാരണ ഈ കർമ്മങ്ങൾക്ക് അവിടെ വാങ്ങിച്ചിരുന്നത്. അതിൽ കൂടുതൽ തുക ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെ നഗരസഭ ഇനി നേരിട്ട് ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലാണ് എന്നുള്ളതാണ്. ഒപ്പം ചില അറ്റകുറ്റപ്പണികൾ ഈ വിറക് ശ്മശാനത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്നും പറയുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ 5 ദിവസമായി ഈ സംസ്കാര കർമ്മങ്ങൾ നിലച്ചിട്ട് തുടർന്ന് ഇനിയും കരാറുകൾ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകുവാനോ നഗരസഭ സ്വയം ചെയ്യുവാനോ ഒരു താമസമുണ്ടായാൽ ഇനിയും ഈ സംസ്കാര കർമ്മങ്ങൾ നടക്കുന്നതിൽ താമസമുണ്ടാകും. തൊട്ടടുത്തുള്ള ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോയാൽ 5000 മുതൽ 6000 രൂപ വരെ ഇതിന് ഫീസ് ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നഗരസഭയിൽ ഫീസ് വളരെ കുറവാണ്. നിരവധി പേർ ഈ ശവസംസ്കാര ചടങ്ങിന് ഈ ശാന്തി കവാടത്തെയാണ് ആശ്രയിക്കുന്നതും. സ്മൃതി, ഇത്തരത്തിൽ ഈ നീണ്ടുപോകുകയാണെങ്കിൽ കരാർ നൽകുന്നതോ അല്ലെങ്കിൽ ഇവർ സ്വയം ഏറ്റെടുത്ത് നൽകുന്നതോ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിലെ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്ന് തന്നെയാണ് പരിസരവാസികളോ അവിടുത്തെ തൊഴിലാളികളോ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നത്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.